ഇതാരിത്ര രാവിലെ ഇങ്ങോട്ടേക്ക് വരാൻ? നീയോ? നീ എന്താ ഇവിടെ? എന്തേ, എനിക്കിങ്ങോട്ട് വന്നൂടെ? ഏയ് അങ്ങനല്ലടാ, നീ ഇന്നലെ തിരിച്ചു പോയായിരുന്നോ? ഇല്ലടാ, ഇവിടെ തന്നെ അങ്ങ് നിന്ന്. ഓ ഈ കഴുത. എടാ, ഇന്നലെ രാത്രി ഞാനിവിടെ നിന്നായിരുന്നെങ്കിൽ ഒന്നിക്ക് ഞാൻ അല്ലെങ്കിൽ നിന്റെ പെങ്ങള്, ഞങ്ങൾ ആരെങ്കിലും ഒരാളെ ജീവനോട് രാവിലെ ഉണ്ടാവും. ബാക്കി വരാൻ പോകുന്നത് എന്തായാലും നിന്റെ പെങ്ങളായിരിക്കും. അത് ശരിയാ, അതിനോട് ഞാൻ യോജിക്കുന്നു. അല്ല, പിന്നെ എന്തിനാ താങ്കൾ വീണ്ടും ഇങ്ങോട്ട് വന്നേ? അത് പിന്നെ കുറെ ആയില്ലേ ഞാൻ ഇങ്ങോട്ടൊക്കെ ഒന്ന് വന്നിട്ട്. അത് ശരി, അപ്പം ഇന്നലെ മതിലും ചാടി വന്നതാരി? അങ്ങനെയല്ല, അതാരും കാണാതെ വന്നല്ലേ. ബട്ട് ഇതങ്ങനെയല്ല. അയ്യോ ഏട്ടൻ, കണ്ണേട്ടൻ എന്താ അശ്വിനോട് സംസാരിക്കുന്നത്? ഇവനറിയില്ലെന്നല്ലേ ഏട്ടൻ പറഞ്ഞേ. പിന്നെ ഇത് ആമിയൊന്നല്ല. കണ്ണേട്ടാ ഒരു മിനിറ്റ്, അശ്വിനേട്ടൻ ഇങ്ങ് വന്നേ. എന്താണ്? ഏട്ടൻ എന്തിനാ പിന്നെ ഇങ്ങോട്ട് വന്നേ? ഓ അതാണോ. ഇന്നലെ വന്നതുപോലെ എന്നും എനിക്ക് മതിലടി വരാൻ പറ്റുമോ? അതത്ര ഈസി അല്ലടി. അതുകൊണ്ട് നിന്നെ കെട്ടി എന്റെ വീട്ടിൽ കൊണ്ടുപോയിക്കോട്ടേയും ചോദിക്കാവുന്നതാ. എന്തോന്ന്? എവിടെ എന്റെ അമ്മായിയമ്മ? അത് അമ്മ. ആഹാ, ഇതാരച്ചോ? നിനക്ക് ഇങ്ങോട്ടുള്ള വഴിയൊക്കെ അറിയായിരുന്നോടാ? അതെന്ത് ചോദ്യം അമ്മേ? ഇന്നലെയും കൂടെ ഇങ്ങോട്ട് വന്നതല്ലേ, പിന്നെ അവൻ അതൊക്കെ മറക്കുവോ? അല്ലേടാ? അളിയാ, നിനക്ക് ഞാൻ തരാട്ടാ. അപ്പൊ അത് കണ്ണേട്ടനും അറിയായിരുന്നോ? നീ എന്തൊക്കെയാടാ പറയുന്നേ? അത് എന്റെ മോന് ഭ്രാന്തായതാ, അത് മൈൻഡ് ഉണ്ടാ. മഹിയേട്ടൻ വന്നായിരുന്നല്ലേ? വന്നായിരുന്നു. 2 ദിവസം നിന്നിട്ട് തിരിച്ചുപോയി. അങ്കിളിന് മോനോട് സ്നേഹമുണ്ട്, അതുകൊണ്ട് വന്നു. എന്റെ പിതാശ്രീക്ക് പിന്നെ അങ്ങനത്തെ ചിന്തയൊന്നുമില്ലല്ലോ. അച്ഛന് ആകാശേട്ടനെ മതി. ഇങ്ങനെ രണ്ടുപേരും ഇവിടെ ഉണ്ടെന്ന് ഓർക്കുന്നുണ്ടോ എന്തോ? ഒന്ന് പോടാ, കുറച്ച് ദിവസം കഴിഞ്ഞ് നീ അങ്ങോട്ട് പോവില്ലേ, പിന്നെന്താ? അത് ശരിയാ, പോവണം. ഉത്തരവാദിത്തങ്ങളെല്ലാം കൂടിക്കൊണ്ടിരിക്കുക. ഞാനും ആകാശേട്ടനെ പോലെ ഒരു ബിസിനസ് പുഴു ആവുമോ എന്തോ? അതാലോചിച്ച് നീ ടെൻഷൻ അടിക്കണ്ട. ആകാശേട്ടനെ പോലെ ആവണമെങ്കിൽ നീ ഇനി ഒരു ജന്മം കൂടി ജനിക്കേണ്ടി വരും. അത് ശരി. പിന്നെ നീ വിഷമിക്കണ്ടടാ, 1 വർഷം കൂടി കഴിഞ്ഞാൽ ഞാനും അങ്ങ് വരില്ലേ. അതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷമം. പിന്നെയും നിന്നെ സഹിക്കണല്ലോ. എന്തോന്നിത്, ഇവിടെ ഇപ്പൊ എന്താ നടക്കുന്നേ? എനിക്ക് വട്ടായതാണോ അതോ ഇവർക്ക് വട്ടായതാണോ? അച്ചു, ആ പേര് ഞാൻ എവിടെയോ. അല്ല, ആർദ്ര എന്താ ഒന്നും മിണ്ടാത്തെ? ബെസ്റ്റ്, നീ തന്നെ ഇത് ചോദിക്കണം. ആമി, നിനക്കിവനെ അറിയില്ലേ? ഇവൻ അതെന്ത് ചോദ്യോ ആന്റി? ഇവക്കെന്നെ അറിയാതിരിക്കോ? ഞങ്ങൾ ഒരേ കോളേജിൽ ഒരേ ഡിപ്പാർട്ട്മെന്റിൽ പഠിക്കുന്നവരല്ലേ. അത് ശരിയാ, ഞാനതങ്ങ് ഓർത്തില്ല. പിന്നെ അച്ചു, നീ എന്തായാലും അവിടെയല്ലേ, അപ്പൊ ഇവളെ ഒന്ന് നോക്കിയേക്കണേ മോനെ. അതങ്ങനെ പ്രത്യേകിച്ച് അവനോട് പറയേണ്ട കാര്യമൊന്നുമില്ല, അവനത് നോക്കിക്കോളും. അല്ലേടാ? അളിയന്തേണ്ടി, എന്നെ കൊണ്ട് ഇത്രയൊക്കെയല്ലേടാ പറ്റൂ. എന്നാ നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം. കണ്ണേട്ടാ. ഈശ്വരാ, ഞാൻ തീർന്നു. നിനക്ക് അശ്വിനേട്ടനെ അറിയോന്ന് ഞാൻ ചോദിച്ചപ്പോ നീ എന്താ പറഞ്ഞ്? ഇപ്പൊ എന്താ പെട്ടെന്ന് ഓർമ്മ വന്നോ? അശ്വിനെ അറിയില്ല എന്നല്ലേ ഞാൻ പറഞ്ഞേ, അച്ഛനെ അറിയില്ല എന്ന് പറഞ്ഞില്ലല്ലോ. ആമി, ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. എന്താ അമ്മേ? ഇപ്പൊ വരാം. നിക്കടി എവിടെ? എങ്ങോട്ടേക്കാ? അത് അമ്മ വിളിക്കുന്നുണ്ട്, അങ്ങോട്ട് പോവാ. ആണോ? എന്നിട്ട് ഞാൻ കേട്ടില്ലല്ലോ. അല്ല, വിളിച്ചായിരുന്നു, ഏട്ടൻ കേക്കാഞ്ഞിട്ടാ. അതെന്തേലാവട്ടെ, പക്ഷെ നീ ഇപ്പം തൽക്കാലം എങ്ങോട്ടും പോകുന്നില്ല. ഇങ്ങനെ ഒന്നും നോക്കല്ല എന്റെ പെണ്ണേ, എനിക്കങ്ങ് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരാൻ തോന്നുന്നു. ഇന്നലെ നീ ക്ലാസ് ടൈമിൽ പുറത്തു നിൽക്കുന്നത് കണ്ടല്ലോ.
അത് ക്ലാസ്സിൽ മിസ്സില്ലായിരുന്നു. അപ്പൊ കുറച്ച് ഫ്രഷ് എയർ കൊള്ളാന്ന് വെച്ചിട്ട് അങ്ങനെ പുറത്തിറങ്ങിയതാ. ഓഹോ, ആണോ? എന്നിട്ട് ഞാൻ നോക്കിയപ്പോ ക്ലാസ്സിൽ മിസ്സൊക്കെ ഉണ്ടായിരുന്നല്ലോ. അത് മര്യാദയ്ക്ക് സത്യം പറയുന്നതാ നിനക്ക് നല്ലത്. അത് അസൈൻമെന്റ് തന്നായിരുന്നു, ചെയ്യാൻ മറന്നുപോയി. ഓഹോ, ഇത് ആന്റിക്ക് അറിയോ? അയ്യോ അറിയില്ല, അറിഞ്ഞാ ഞാൻ തീർന്ന്. ഞാൻ സ്റ്റെല്ലയുടെ വീട്ടിൽ പോകാൻ ഇറങ്ങുമ്പോൾ അമ്മേനോട് ചോദിച്ചതാ എനിക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യാനുണ്ടോന്ന്. അപ്പൊ എനിക്കിത് ഓർമ്മ വന്നില്ല. ഇനി അതെങ്ങാനും അമ്മ അറിഞ്ഞാ അമ്മ എന്നെ വെച്ചേക്കില്ല. ഓ, അപ്പൊ ആന്റിക്ക് അറിയില്ല അല്ലേ? എന്ന് ഞാൻ പറയട്ടെ. അശ്വിനേട്ടാ ചതിക്കല്ലേ, വേണ്ട. പിന്നെ അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ ചായ എൻ്റെ തലയിലുണ്ടാവും. അപ്പൊ പറയണ്ട അല്ലേ? വേണ്ട. ഓക്കെ, എന്നാ വേണ്ട. പക്ഷെ അതിന് പകരം എനിക്ക് അശ്വിനേട്ടാ. അളിയാ, ഡാ ദ്രോഹി, എന്റെ അനിയത്തിനെ നീ. എല്ലാരും വന്നോ? ചായ റെഡി. ഇവിടെ എന്ത് പ്രശ്നം? അതൊന്നുമില്ല ആന്റി. ആന്റി പോയിക്കോ, ഞങ്ങൾ വന്നോളാം. വേഗം വന്നേക്കണേ, ചായ തണിഞ്ഞു പോവും. ഓക്കെ അമ്മ, ഞങ്ങൾ വേഗം വന്നോളാം. എന്നാ ഞാൻ പോവാണേ, എനിക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്. കണ്ണേട്ടാ. അളിയൻ പോയി ചായ കുടി. ഷേ, എന്താ ഏട്ടാ ഒരു സ്നേഹമില്ലാത്ത പോലെ? ഏട്ടനും വാ, ചായ തണിഞ്ഞു പോവില്ലേ? വാ. ചേടാ, ഇതിപ്പോ ഇവിടെ എന്താ നടക്കുന്നത്? അപ്പൊ ശരി ആന്റി, ഞാൻ ഇറങ്ങുവാണ്. അച്ചു നീ പോവാണോ? അതെ ആന്റി, കുറച്ച് പണിയുണ്ട്. എന്നാ ശരി. പിന്നെ ഇതുപോലെ വല്ലപ്പോഴൊക്കെ ഇങ്ങോട്ട് വാ. എന്തായാലും നീ അവിടെ ഒറ്റയ്ക്കിരിപ്പല്ലേ, അപ്പൊ ഇങ്ങോട്ട് വാ. പിന്നെന്താ, ഞാൻ വരാലോ. അതങ്ങനെ പ്രത്യേകിച്ച് പറയൊന്നും വേണ്ട, അവൻ വന്നോളും. നിങ്ങളിവിടെ വെറുതെ ഇരിപ്പല്ലേ, ടൗണിലേക്ക് വരുന്നോ കണ്ണേട്ടാ? അതെന്താടാ കണ്ണേട്ടാ വിളിക്ക് കുറച്ച് കനം കൂടുതല്? നീ വരുന്നുണ്ടെങ്കി വാ. എന്തായാലും എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്, ഞാനും വരുന്നു. അപ്പൊ ശരി ആന്റി, ഞാൻ പോവാണേ, പിന്നെ കാണാം. മോനെ പോയിട്ട് വാ. ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചേ? എനിക്ക് വട്ടായതാണോ അതോ ഇവിടെയുള്ളവർക്ക് വട്ടായതാണോ? ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ. ഞാനിതെന്തിനാ ഇന്നിട്ട് നേരത്തെ വന്നേ? വേണ്ടായിരുന്നു. ഇനി അവരിതെപ്പോ വരാനോ? ആർദ്ര. അയ്യോ, ചേട്ടന്റെ പേരെന്തായിരുന്നു? ഇത് ശരി, താൻ ഇത്ര പെട്ടെന്ന് എന്റെ പേര് മറന്നോ? അയ്യോ, അത് പിന്നെ എനിക്കറിയായിരുന്നു, പക്ഷേ. കൊഴപ്പില്ലടോ, എന്റെ പേര് വിവേക്. ഇനി മറക്കല്ലേട്ടോ. വിവേക്, ഓക്കെ, ഇനി മറക്കില്ല. പിന്നെ താൻ ക്യാൻറ്റീനിലായിരുന്നോ? നമുക്കൊരു ചായയൊക്കെ കുടിച്ചിരിക്കാം, ബെല്ലടിക്കാൻ ഇനിയും ടൈം ഉണ്ടല്ലോ. ഇല്ല, ഏട്ടൻ പോയിക്കോ. ഓക്കെ, എന്നാ നമുക്ക് ഈവനിങ് കാണാം. ആമി, ജീവ, നിന്നെ ഇപ്പൊ പഴയതുപോലെ കാണാനില്ലല്ലോ. നമ്മളെയൊക്കെ മറന്നോ? അങ്ങനെ ഞാൻ മറക്കോ? പിന്നെ കുറച്ച് ബിസി ആയിരുന്നടോ. അയ്യോ, നീയായിരുന്നോ? പേടിച്ചു പോയല്ലോടാ. നിന്നെ ഞാൻ എന്തു പറഞ്ഞിട്ടാ ഇങ്ങോട്ടേക്ക് വിട്ടേ? അയ്യോ സോറിടാ, ചെറുതായിട്ടൊന്ന് മറന്നുപോയി. ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാം. ഇനി അതും എടുത്ത് വീണ്ടും ഇങ്ങോട്ടേക്ക് വരാൻ നിൽക്കണ്ട. അവിടെ അകിയും അതുലും ഉണ്ട്, അങ്ങോട്ടേക്ക് വിട്ടോ. ഓക്കെടാ, എന്നാ ഞാൻ പോട്ടെ. ആമി പോവാണ്. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. എങ്ങോട്ട്? വേറെ എങ്ങോട്ട്? ക്ലാസ്സിലേക്ക്. അവിടെ നിൽക്കടി. നിനക്ക് ഇപ്പൊ ഇവിടെ നിന്ന് ക്ലാസ്സിൽ പോയി ഇത്ര തിരക്ക്? എൻ്റെ കൂടെ നിൽക്കുമ്പോൾ മാത്രമേ നിനക്ക് ഈ പ്രശ്നമുള്ളൂ. വിവേകനോട് സംസാരിച്ചിരിക്കുന്നത് കണ്ടില്ലല്ലോ. ഈശ്വര, ഇങ്ങനത് കണ്ടായിരുന്നു? പിന്നെ ഈവനിങ് എൻ്റെ കൂടെ വന്നാൽ മതി, ഞാൻ തന്നെ വീട്ടിൽ കൊണ്ടുവിട്ടോളാം. ആരെങ്കിലും വന്ന് വിളിച്ചാൽ അപ്പം തന്നെ അങ്ങ് ചാടി കയറി പോവാൻ നിൽക്കണ്ട. നിന്റെ റെസ്പോൺസിബിലിറ്റി ആൻറ്റി എന്നെയല്ലേ ഏൽപ്പിച്ചത്. ഞാനെന്താ ചെറിയ കുട്ടിയോ? അല്ല, അതാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോ അങ്ങനെയല്ലല്ലോ. ചെറിയ കുട്ടിയേക്കുള്ള വിവരം ബോധം പോലും നിനക്കില്ലല്ലോ.
ആരെങ്കിലും വന്ന് വിളിച്ചപ്പം തന്നെ കാറിൽ കയറി പോവാൻ നിൽക്കുക അവള്. പിന്നെ ആ വിവേകമായിട്ട് അധികം കമ്പനിയൊന്നും വേണ്ട കേട്ടല്ലോ. കേട്ടോന്ന് ആ ആ കേട്ടു കേട്ടു. പറഞ്ഞത് മറക്കണ്ട. ആ എന്ത്? ഈവനിങ് അശ്വിനേട്ടൻ വീട്ടിൽ കൊണ്ട് വിട്ടോളാന്ന് പറഞ്ഞത് അതല്ലേ? ഹാ അപ്പൊ അറിയാം. എന്നാ വിട്ടോ, ക്ലാസ്സിൽ പോയിക്കോ. അവനെവിടെ? അവനാ ലാബിലുണ്ട്. അത് ശരി, ഇവൻ അവിടെ നിന്ന് ഇറങ്ങാനായില്ലേ? അവന്റെ ഇക്വേഷൻസ് ഫുള്ള് തലതിരിഞ്ഞ്. ആ ബെസ്റ്റ്, അങ്ങനെയാണെങ്കിൽ അവൻ ഇന്ന് ആ ലാബിൽ നിന്ന് ഇറങ്ങിയത് തന്നെ. ഡാ വിവേക്. ആ രോഹിത്, എന്താടാ? ഏയ് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, വെറുതെ നിങ്ങളിവിടെ നിൽക്കുന്നുണ്ടപ്പോ ജസ്റ്റ് ഒന്ന് സംസാരിക്കാന്ന് വിചാരിച്ചു. ഓ അങ്ങനെ. ആ പിന്നെ ഡാ വിവേക്, നിനക്ക് അവൾ ഇഷ്ടാണല്ലേ, ആർദ്രയെ? ആ അതെ. അല്ല നീ അതെങ്ങനെ പറഞ്ഞു? അതെന്തെങ്കിലും ആവട്ടെ, പക്ഷെ അവളെ അശ്വിൻ നോട്ടോട്ട് വെച്ചിരിക്കുകയാണെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. അപ്പോ അവന് വേണ്ടി നീ അവളെ വിട്ടുകൊടുക്കൂ? നോ നെവർ. അവൾ എന്റെയാ, ഒരുത്തന് വിട്ടു കൊടുക്കില്ല ഞാൻ. ഏയ് ജസ്റ്റ് കൂൾ, നീ ഇങ്ങനെ റേസാവല്ലേ. അവളെ നിനക്ക് തന്നെ കിട്ടും, അതിന് ഞാൻ ഹെൽപ്പ് ചെയ്യാം. എങ്ങനെ? ശത്രുവിന്റെ ശത്രു മിത്രമെന്നാണല്ലോ. നിനക്ക് അവളെ വേണം, എനിക്ക് അവനെയും. തീരാത്ത പകയുണ്ട് എനിക്ക് അവനോട്. നീ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് എന്റെ കൂടെ നിന്ന് തന്നാ മതി. ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. നിനക്ക് നിന്റെ പെണ്ണിനെയും കിട്ടും, എനിക്ക് എന്റെ പ്രതികാരവും ചെയ്യാം. വിവേകെ ഡാ വേണ്ട, നീ ഇവൻ പറയുന്നൊന്നും കേൾക്കാൻ നിൽക്കല്ലേ. ഡാ ഇത് ശരിയാവില്ല. ഇവനും അശ്വിനും തമ്മിൽ എന്താ പ്രശ്നം നിനക്കും നന്നായിട്ട് അറിയുന്നതല്ലേ. അപ്പോ എടാ ഇവൻ അവനിട്ട് പണി കൊടുക്കാൻ നോക്കുന്നതാ, നീ ഇവന്റെ കൂടെ നിക്കല്ലേ. ഞാൻ പറഞ്ഞേ ഉള്ളൂ, നീ ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. നിനക്ക് അവളെ വേണമെങ്കിൽ എന്റെ കൂടെ നിക്കാം. ഞാനൊന്ന് ആലോചിക്കട്ടെ. ആലോചിക്കട്ടെ എന്നോ? ഡാ എന്താലോചിക്കാനാടാ? എടാ അശ്വിൻ നമ്മുടെ വേണ്ട, ഞാനായിട്ട് ഇനി ഒന്നും പറയുന്നില്ല. നീ നിനക്ക് തോന്നുന്നത് എന്താണോ അതുപോലെ ചെയ്. അവന്റെ കയ്യിൽ നിന്ന് കിട്ടുമ്പോ നീ പഠിച്ചോളൂ. ഞാൻ പോവാ. വിവേക്, അപ്പൊ നീ ആലോചിച്ചിട്ട് ഒരു റിപ്ലൈ താ. ഡാ ശരിക്കും നീ അവളെ വിവേകിന് കൊടുക്കാൻ പോവാണോ? ഏയ് ഞാൻ അങ്ങനെ ചെയ്യോ? പിന്നെ നീ എന്തിനാണ് അവനോട് അങ്ങനെയൊക്കെ പറഞ്ഞേ? ആമീൻ എനിക്ക് തന്നെ കിട്ടും. അവളെ കിട്ടാനും അശ്വിനിട്ട് ഒരു പണി കൊടുക്കാനും ഞാനൊരു നല്ല പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ അവൾക്കോ അവനോ എന്തെങ്കിലും സംഭവിച്ചാ അതെല്ലാം ആ വിവേകിന്റെ നേരെ പോയിക്കോളൂ. സോ നമുക്ക് റിസ്ക് ഇല്ല. ഓഹോ അങ്ങനെ, അത് കൊള്ളാം. ഹായ് അമി, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ നിന്നെ പുറത്തു പോലെ നോക്കി. എന്ത് പറ്റി മുഖത്തൊരു മ്ലാനത? ഒന്നും പറയണ്ട, എന്റെ ലൈഫ് തന്നെ ഒരു വലിയ ട്വിസ്റ്റ് ആണ് മോളെ. നീ എന്തൊക്കെയാ പറയുന്നേ? നിനക്ക് വട്ടായാ? ആ ഇങ്ങനെയാണ് പോക്കെങ്കിൽ അധികം വൈകാതെ എനിക്ക് വട്ടാകും. എന്താടി ഇത്, നിനക്ക് വയ്യേ? ഡോക്ടറിന്റെ അടുത്ത് പോണോടി. നിന്റെ ഓനെ കൊണ്ടുപോടി ഡോക്ടറിന്റെ അടുത്ത്. അയ്യോ അതെന്റെ ഏട്ടനാണല്ലോ അല്ലേ. ആ നീ പറ, എന്താ കാര്യം? സ്റ്റെല്ല, ആ അശ്വിൻ അവൻ ആരാണെന്ന് നിനക്കറിയോ? അതെന്താ ഇത്ര അറിയാൻ? നമ്മുടെ സീനിയർ കോളേജിന്റെ ചെയർമാൻ. അതല്ലടി, അവൻ അച്ചു അടി. ഏതച്ചു? ഏത് നിന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്? നിന്റെ ക്രഷ് അവനോ? ഹാ അവൻ തന്നെ. വൗ വണ്ടർഫുൾ. ഡി ഞാൻ എന്ത് ചെയ്യും? എനിക്ക് കൺഫ്യൂഷൻ ആവുന്നു. എന്ത് കാര്യത്തിന്? എനിക്കറിയില്ല. അതെന്തേലാവട്ടെ. അല്ല ഇതൊക്കെ നീ ഇപ്പൊ എങ്ങനെ അറിഞ്ഞു? ഇന്നലെ അശ്വിനേട്ടൻ വീട്ടിൽ വന്നായിരുന്നു. നിന്റെ വീട്ടിലോ? ആ. കണ്ണേട്ടൻ ഉണ്ടായിരുന്നില്ലേ അവിടെ? അശ്വിനേട്ടനും കണ്ണേട്ടനും ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആടി. ആഹാ അത് പൊളിച്ച്. സ്റ്റെല്ല എന്തുപറ്റി? എന്തിനാടി നീ കിടന്നലർന്നേ? പാവം പെണ്ണ് കൺഫ്യൂഷൻ അടിച്ച് ഭ്രാന്തായതാ. അത് ശരി, അതിന് മാത്രം കൺഫ്യൂസ്ഡ് ആവാൻ ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചേ? നിങ്ങൾ വരാൻ കുറച്ച് വൈകിപ്പോയി. അല്ലാതെങ്കിൽ ആർദ്ര വിശ്വനാഥന്റെ കഥനകഥ ലൈവായിട്ട് കേൾക്കായിരുന്നു. നീ കാര്യം പറ. ഓഹോ ആഹാ അടിപൊളി. ഞാനിനി എന്ത് ചെയ്യും? നീ എന്ത് ചെയ്യാൻ? അതെന്ത് ചോദ്യാടാ? ഇത്രയും വർഷം വന്ന പ്രപ്പോസൽ മുഴുവൻ തട്ടിക്കളഞ്ഞ നമ്മുടെ ആദ്ര അവളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടായ അവളുടെ ഫസ്റ്റ് ലവിനെ മനസ്സിലിട്ട് നടക്കായിരുന്നില്ലേ? വെള്ളം വേണോടി? 1 ഗ്ലാസ് പ്ലീസ്. ശരിക്കും? അതെന്നെ. അപ്പൊ നീ അശ്വിനേട്ടനെ അക്സെപ്റ്റ് ചെയ്യോ? അതിനാദ്യം അശ്വിനേട്ടന് ഇവളോട് എന്തെങ്കിലും ഉണ്ടോന്ന് കണ്ടുപിടിക്കണ്ടേ? അത് ശരിയാ. അത് വേണ്ട,
അശ്വിനേട്ടന് എന്നെ ഇഷ്ടാണ്. അത് നിനക്കെങ്ങനെ അറിയാം? അത് നമ്മളന്ന് കറങ്ങാൻ പോയില്ലേ, അപ്പൊ അശ്വിനേട്ടൻ ആ വീഡിയോയുടെ കാര്യം പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്ത് തന്നെ അവിടുന്ന് കൊണ്ടുപോയില്ലേ, അന്ന് ഏട്ടൻ എന്നെ പ്രപ്പോസ് ചെയ്തു. ഇതൊക്കെ എപ്പോ? എന്നിട്ട് നീ എന്താ ഞങ്ങളോട് പറയാതിരുന്നേ? ഡാഫേരി, നീ എന്താടാ ഞെട്ടാത്തെ? ഞാൻ ഒരു പ്രാവശ്യം ഞെട്ടിയതാ, എപ്പോഴെപ്പോഴും ഞെട്ടാൻ എനിക്ക് വട്ടൊന്നുമില്ലല്ലോ. ആയി ശരി. അപ്പൊ നിനക്കിത് നേരത്തെ അറിയായിരുന്നോ? പ്രപ്പോസ് ചെയ്തത് അറിയില്ല, പക്ഷെ ഏട്ടന് ഇഷ്ടാണെന്ന് എനിക്കറിയായിരുന്നു. അത് നീ എങ്ങനെ അറിഞ്ഞ്? അത് അന്ന് ആമീനെ അശ്വിനേട്ടൻ ബ്ലാക്ക് മെയിൽ ചെയ്തില്ലേ, നമ്മൾ പബ്ബിൽ പോയപ്പോൾ എടുത്ത വീഡിയോയുടെ പേരും പറഞ്ഞ്. അന്ന് അതിനെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടി ഞാൻ അശ്വിനേട്ടൻ്റെ അടുത്തോട്ട് പോയി. നല്ല ദേഷ്യത്തിലായിരുന്നു പോയത്, പക്ഷെ അന്ന് എനിക്ക് ശരിക്കും അശ്വിനേട്ടനെ മനസ്സിലായത്. അങ്ങനെ ഒരു വീഡിയോ ഏട്ടൻ്റെ കയ്യിൽ ഇല്ലാന്നും അത് ആമീനെ കുറച്ചു കാലം കൂടെ ഏട്ടൻ്റെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് ഏട്ടൻ പറഞ്ഞതാണെന്നും പറഞ്ഞു. പിന്നെ അങ്ങോട്ടുള്ള ഏട്ടൻ്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഏട്ടൻ ആമീനെ ഇഷ്ടമാണെന്ന്. എന്നിട്ട് ഇതെന്താ ഞങ്ങളോട് പറയാതിരുന്നേ? അത് പറഞ്ഞാൽ ചിലപ്പോ ഏട്ടൻ എനിക്കിട്ട് പണിഞ്ഞാലോ, അതോർത്തപ്പോ വെറുതെ എന്തിനാ റിസ്ക് എടുക്കുന്നത്, ഏട്ടൻ പറയുമ്പോ പറയട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ആമി, നീ എന്തൊന്നും പറയാത്തെ? അപ്പോ അങ്ങനെ ഒരു വീഡിയോ ഇല്ല അല്ലേ? ആ, ബെസ്റ്റ്. ഡാ, നിനക്ക് അതെങ്കിലും എന്നോടൊന്ന് പറയായിരുന്നില്ലേടാ? അത് പിന്നെ ആമി, ഞാൻ വേണ്ട, നീ ഇനി ഒന്നും പറയണ്ട. ആ വീഡിയോയുടെ പേരും പറഞ്ഞ് അവനെന്നെ ടോർച്ചർ ചെയ്തപ്പോഴും അതും പറഞ്ഞ് ഞാൻ ടെൻഷൻ അടിച്ച് നടന്നപ്പോഴെങ്കിൽ നിനക്ക് അതെന്നോട് പറയായിരുന്നില്ലേ? നിനക്ക് തോന്നിയില്ലല്ലോ പറയാൻ? ആമി, അതങ്ങനല്ലടി, അപ്പോഴത്തെ സിറ്റുവേഷൻ. ഫെലിക്സ്, വേണ്ട, നീ ഇനി ഒന്നും പറയണമെന്നില്ല. നിന്നെ ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടാണ് കണ്ടത്. നിനക്ക് ഞാൻ അങ്ങനെ അല്ലായിരുന്നു എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എന്നെ ഫ്രണ്ടായിട്ട് കാണാത്ത ഒരാളുടെ ഫ്രണ്ട്ഷിപ്പ് എനിക്കിനി വേണ്ട. ആമി, ഡി നിക്ക് പോവല്ലേ, ഞാൻ ഒന്ന് പറയുന്നൊന്ന് കേക്ക്. ഇവളിതെങ്ങോട്ടാ? എന്നോട് ആർക്കും സ്നേഹമില്ല, നോക്കിക്കോ, ഞാൻ ആരോടും മിണ്ടൂല. ഇവക്കിതെന്തു പറ്റി? ആർദ്ര, ആമി, നീ കരയായിരുന്നോ? എന്തു പറ്റി? അച്ചേട്ടാ. ആമി, എന്താ മോളെ? ആമി, എന്താ പറ്റിയേ? അയ്യോ അശ്വിനേട്ടൻ, അതൊന്നുമില്ല. അങ്ങനെ അങ്ങ് പോവാന്ന് വിചാരിച്ചോ? എന്താ പ്രശ്നം എന്ന് പറയാതെ നീ ഇവിടുന്ന് പോവില്ല. മര്യാദയ്ക്ക് പറഞ്ഞോ, എന്താ? അയ്യോ, പെട്ട് ഞാൻ എന്താ അശ്വിനേട്ടനോട് പറയാ? എന്തേ, ഒന്നും പറയാനില്ലേ? അത് ബെല്ലടിച്ചു. ആമീൻ, ഇത് നിനക്ക് പറ്റിയ ടൈമാ. ഷേടാ, ഇവൾക്കിതെന്താ പറ്റിയേ? ഇവളുടെ റിലേ അടിച്ചു പോയാ? ആദർശിന്റെ പെങ്ങളല്ലേ, അപ്പൊ അതൊക്കെ പ്രതീക്ഷിക്കാം. ഷോ, എന്നാലും ആ ഹഗ് അത് കൊള്ളായിരുന്നു. നീ ഇനി ഒന്നും പറയണമെന്നില്ല. നിന്നെ ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടാണ് കണ്ടത്. നിനക്ക് ഞാൻ അങ്ങനെ അല്ലായിരുന്നു എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എന്നെ ഫ്രണ്ടായിട്ട് കാണാത്ത ഒരാളുടെ ഫ്രണ്ട്ഷിപ്പ് എനിക്കിനി വേണ്ട. എന്നാലും നിനക്ക് എങ്ങനെ തോന്നിയടി നിന്നെ ഞാൻ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കണ്ടിട്ടില്ല എന്ന് പറയാൻ? ശരിയാ, നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മാത്രമായിരുന്നില്ല, എൻ്റെ ആരൊക്കെയോ ആയിരുന്നു. നിന്നെ ഇഷ്ടപ്പെടുന്നത്ര ഞാൻ ഇതുവരെ ആരും ഇഷ്ടപ്പെട്ടിട്ടില്ല. നിന്നോട് അത്രയ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാ അന്ന് അശ്വിനേട്ടൻ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞ അന്ന് ഞാൻ